ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ISROയും അമേരിക്കയുടെ നാസയും തമ്മിലുള്ള സുപ്രധാന സഹകരണത്തിന്റെ ഭാഗമായുള്ള നിസാർ ദൗത്യം വിക്ഷേപിക്കുന്നത് 2025 മാർച്ചിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വാർത്താക്കുറിപ്പിലൂടെ നാസയാണ് നിസാർ വിക്ഷേപണ സമയം അറിയിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇസ്രോയുടെ GSLV-MK-2 റോക്കറ്റിലാവും നിസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം. ഓരോ 12 ദിവസം കൂടുമ്പോഴും ഭൂമിയിലെ കരഭാഗത്തിന്റെയും മഞ്ഞുമൂടിയ പ്രതലത്തിന്റെയും മാറ്റങ്ങൾ ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് നിസാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൗമ നിരീക്ഷണോപഗ്രഹങ്ങളുടെ ചിത്രത്തിലെ നിർണായക കാൽവെപ്പിനാണ് ISROയും നാസയും നിസാർ ദൗത്യത്തിലൂടെ കൈകോർക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്നത്. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ് നിസാറിന്റെ പൂർണ്ണ രൂപം. L-ബാൻഡ്, S-ബാൻഡ് എന്നിങ്ങനെ 2 ഫ്രീക്വൻസിയിലുള്ള ഒരു ജോഡി റഡാറുകൾ നിസാർ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. S-ബാൻഡ് റഡാർ ഇസ്രോയെയും L-ബാൻഡ് റഡാർ നാസയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ 12 ദിവസം കൂടുമ്പോഴും ഭൂമിയിലെ കരഭാഗത്തിന്റെയും മഞ്ഞുമൂടിയ പ്രതലത്തിന്റെയും മാറ്റങ്ങൾ നിസാർ അളക്കും. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുവാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല, രാത്രിയിലും നിസാറിന്റെ റഡാറുകൾ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കും. മേഘാവൃതമായ കാലാവസ്ഥ പോലും നിസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല. നിസാർ സാറ്റലൈറ്റിലെ L-ബാൻഡ് റഡാറിന്റെ പ്രത്യേകതയാണിത്. നിസാർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിൽ ISROയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. തീവ്രശക്തിയിലുള്ള ഭൂകമ്പങ്ങൾ മുമ്പുണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഹിമാലയൻ ഫലകത്തിലുണ്ടാകുന്ന സമീപകാല മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുവാൻ നിസാർ കൃത്രിമ ഉപഗ്രഹം സഹായിക്കും. വിക്ഷേപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ചിലവേറിയ എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റ് ആകും നിസാർ. ചിലവ് $1.5 ബില്യൺ ആണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.